ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ദേവി. ഇന്ന് നമ്മൾ UGC നെറ്റ് മലയാളത്തിൻ്റെ 30 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാനാണ് നോക്കാൻ പോകുന്നത്. നെറ്റ് ഇങ്ങ് അടുത്തെത്തി, പഠിക്കാൻ സമയമില്ലെന്നൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. 30 ദിവസത്തിൽ തന്നെ സിലബസ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ സ്മാർട്ടായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഇവിടെ റെഡിയാണ്. നമുക്ക് സ്റ്റഡി പ്ലാനിലേക്ക് പോകാം. നമുക്കറിയാം, മലയാളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമായിട്ടുള്ളൊരു സിലബസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ 10 യൂണിറ്റ് അടങ്ങുന്ന ആ സിലബസിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായ ദിവസങ്ങളിൽ കവർ ചെയ്ത് പോവുക എന്നുള്ളത് പ്രധാനമാണ്. അത്തരത്തിൽ എങ്ങനെ 30 ദിവസം കൊണ്ട് നെറ്റിൻ്റെ സിലബസ് കവർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡി പ്ലാനാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ദിവസങ്ങൾ ഡേ 1 തൊട്ട് ഡേ 4 വരെയുള്ള ദിവസങ്ങൾ. അപ്പോൾ നമുക്ക് എത്ര ദിവസം കിട്ടും? മൊത്തത്തിൽ 5 ദിവസം കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ വളരെ വിപുലമായ സിലബസിൻ്റെ വളരെ വിപുലമായതും എന്നാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ റിപ്പീറ്റ് ചെയ്ത് വന്നതുമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, യൂണിറ്റ് 1 എന്ന് പറയുന്നത് മലയാള സാഹിത്യം പ്രാരംഭം എന്നുള്ളതാണ്. അവിടെ 20-ാം നൂറ്റാണ്ട് വരെയുള്ള മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രവും സ്വഭാവവും അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ തന്നെയും നമുക്കറിയാം. അതിൽ തന്നെ 6 ടോപ്പിക്കുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് കാണുമ്പോൾ നമ്മൾ കുറച്ച് പേടിക്കുമെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്നും നമുക്ക് വായിച്ച് മനസ്സിലാക്കിയാൽ ചില ടോപ്പിക്കുകളിൽ നിന്നാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാക്കാം. അതേ ടോപ്പിക്കുകൾ തന്നെയാണ് നമ്മൾ എപ്പോഴും പഠിക്കാനായിട്ട് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇത്രയും ടോപ്പിക്കുകളുണ്ട്: പാട്ടുപ്രസ്ഥാനം, മണിപ്രവാളം, അതുപോലെ തന്നെ ഇതര കാവ്യ പ്രസ്ഥാനങ്ങൾ, ഗദ്യമാതൃകകൾ, മഹാകാവ്യങ്ങൾ, അതുപോലെ തന്നെ പിന്നെ തുടർന്നുണ്ടായ സാഹിത്യക്കളരികൾ. ഇത്രയേറെ ടോപ്പിക്കുകളുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാട്ടുപ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കണം, മണിപ്രവാളം, അത് കഴിഞ്ഞിട്ട് മണിപ്രവാളത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഗാഥ, കിളിപ്പാട്ട്, വഞ്ചിപ്പാട്ട്, ശാസനങ്ങൾ തുടങ്ങിയവ. അതും കഴിഞ്ഞ് ബ്രഹ്മാണ്ഡ പുരാണം, ഭാഷാ കൗടില്യം തുടങ്ങിയിട്ടുള്ള അംബരീഷോപാഖ്യാനം ഒക്കെ അതിൽ വരും. അത്തരത്തിലുള്ള ആദ്യകാലത്തെ ഗദ്യ മാതൃകകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നീട് വെൺമണി പ്രസ്ഥാനം, മഹാകാവ്യം, കേരളവർമ്മ പ്രസ്ഥാനം, പ്രാസവാദം, പച്ചമലയാള പ്രസ്ഥാനം തുടങ്ങിയ പ്രധാന പ്രസ്ഥാനങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പം ഈ ഒരു കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് 4 ദിവസങ്ങൾ മതിയാവും. അപ്പോൾ ഈ 4 ദിവസം കൊണ്ട് കറക്റ്റായിട്ട് ഒരു സ്റ്റഡി പ്ലാനിലൂടെ ഈ പാട്ടുപ്രസ്ഥാനവും മണിപ്രവാള പ്രസ്ഥാനവും പിന്നീടുള്ള പ്രധാന മലയാള പ്രസ്ഥാനങ്ങളും ആദ്യകാല കൃതികളുടെയൊക്കെ സ്വഭാവവും ഒക്കെ നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. അത് കഴിഞ്ഞ് നമുക്ക് ഡേ 5 തൊട്ട് 7 വരെയുള്ള ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ യൂണിറ്റ് 2 വേണ്ടി കൊടുക്കാം. 20-ാം നൂറ്റാണ്ട് മുതലുള്ള മലയാള കവിത എന്നുള്ള 2ാമത്തെ യൂണിറ്റാണ് നമ്മൾ ഡേ 5 മുതൽ 7 വരെ പഠിക്കാൻ പോകുന്നത്. ഇതിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നത് മലയാള കവിതയുടെ 20-ാം നൂറ്റാണ്ടിൽ തുടങ്ങുന്ന ചരിത്രവും സ്വഭാവവും അടിസ്ഥാനമാക്കിയിട്ടാണെന്ന് പറയുന്നുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു 5 സബ് ടോപ്പിക് ഇതിൻ്റെ ഉള്ളിലേക്ക് കാണാം. കാൽപ്പനികത, പ്രാരംഭവും വികാസ പരിണാമങ്ങളും, കാൽപ്പനികതയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കൃതികൾ, കാൽപ്പനികതയുടെ അപജയം വരുന്നുണ്ട്. അതുപോലെ തന്നെ ആധുനികതയെക്കുറിച്ച് പഠിക്കണം, ആധുനികോത്തര കവിതയെക്കുറിച്ച് പഠിക്കണം, പുതിയ മലയാളത്തിലെ വിവർത്തന കവിതകൾ, സൈബർ കവിതകൾ ഉൾപ്പെടെ കവിതയുടെയൊക്കെ ഒരു ചരിത്രമാണ് 2ാം യൂണിറ്റിൽ നമ്മൾ പഠിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ കാൽപ്പനികത, ആധുനിക കവിത്രയം, കവികൾ, കവിതകൾ, അതുപോലെ തന്നെ ആധുനികത, ആധുനികോത്തര കവിതകൾ, വിവർത്തന കവിതകൾ, ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഇവിടെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ട കവികളും അവരുടെ കാലവും അതുപോലെ തന്നെ അവരുടെ കവിതകളുടെ കാലവും നമ്മൾ പഠിക്കണം. ഒരു കവിയുടെ കവിതകളുടെ കാലം ക്രമത്തിൽ എഴുതാൻ മാത്രമല്ല അറിഞ്ഞിരിക്കേണ്ടത്. ഉദാഹരണത്തിന് ആധുനിക കവിത്രയത്തിൽ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ, ഈ 3 പേരുടെ കൃതികളുടെയും കാലം അറിഞ്ഞാൽ മാത്രമേ ഇവരുടെ എല്ലാ കൃതികളൂടെ തന്നിട്ട് ഇതിൻ്റെ കാലഗണന ചോദിച്ചാൽ അറിയാൻ പറ്റൂ. നമുക്കറിയാം, നെറ്റ് പരീക്ഷയിൽ പുതിയതായിട്ടുള്ള ഒരു പ്രവണത കാലഘട്ടങ്ങൾ അനുസരിച്ച് എഴുതാൻ പറയലാണ്. അതുകൊണ്ട് തന്നെ കാലഗണന അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് യൂണിറ്റ് 2 നമുക്ക് 3 ദിവസങ്ങൾ കൊണ്ട് പഠിച്ചു തീർക്കാം. അടുത്തത് യൂണിറ്റ് 3 ആണ്, കഥാസാഹിത്യം. ഇത് മലയാളത്തിലെ ചെറുകഥ, നോവൽ എന്നീ സാഹിത്യ ജനുസുകളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. ഡേ 8 മുതൽ 11 വരെയുള്ള ദിവസങ്ങൾ കൊണ്ടുവേണം നമ്മൾ ഈ 3ാമത്തെ യൂണിറ്റ് തീർക്കാൻ. മലയാള ചെറുകഥയുടെ ഉത്ഭവവും വളർച്ചയും തൊട്ട് ഇന്നത്തെ ചെറുകഥകൾ വരെ, ഇന്നത്തെ ചെറുകഥയുടെ സ്വഭാവം വരെ എത്തി നിൽക്കുന്ന ഒരു വിപുലമായ സിലബസ് ആണ് ഇതിലുള്ളത്. അതുകൂടാതെ നോവലിൻ്റെ ഉത്ഭവം തൊട്ട് നോവലിൻ്റെ ഇന്നത്തെ സമകാലിക നോവൽ വരെയുള്ള സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടോപ്പിക്കുകൾ. അപ്പോൾ ഇതെങ്ങനെയാണ്
8 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിൽ പഠിക്കുക എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലൊരു സമയം ക്രമപ്പെടുത്തിയാൽ നമുക്ക് ഈ 8, 9, 10, 11 എന്നിങ്ങനെയുള്ള 4 ദിവസങ്ങൾ കൊണ്ട് ഈ ടോപ്പിക്ക് കവർ ചെയ്യാം. കഥാസാഹിത്യം യൂണിറ്റ് 3 പ്രധാന ചെറുകഥകൾ, നോവലുകൾ എന്നിവയും അവയുടെ രചയിതാക്കളിലും, അതുകൂടാതെ നേരത്തെ പറഞ്ഞു നമ്മൾ കവിതയുടെ കാര്യം പറഞ്ഞപ്പോൾ കാലക്രമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാലക്രമം അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പ്രമേയം അറിയാൻ ശ്രദ്ധിക്കുക. നോവലുകളുടെ ആണെങ്കിലും കഥകളുടെ ആണെങ്കിലും ചെറിയതായിട്ടെങ്കിലും പ്രമേയം നമ്മളൊന്ന് മനസ്സിൽ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ സമകാലിക ചെറുകഥകളും നോവലുകളൂടെ ഒന്ന് ശ്രദ്ധ വയ്ക്കണം. നമുക്കറിയാം UGCയുടെ പുതിയ കാല ചോദ്യങ്ങളിൽ പലപ്പോഴും നോവലിൻ്റെയോ കഥയുടെയോ ഒക്കെ പ്രമേയങ്ങൾ എടുത്ത് ചോദിക്കാറുണ്ട്. എന്നാൽ നമുക്ക് ചിലപ്പോൾ ഈ സാഹിത്യകാരന്മാരുടെ എഴുത്ത് രീതികളെ വെച്ചിട്ട് നമുക്ക് ആ നോവലിൻ്റെ പ്രമേയം അല്ലെങ്കിൽ കഥയുടെ പ്രമേയം ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ പഠിക്കുമ്പോൾ ആ രീതിയിലുള്ള ട്രിക്കുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് യൂണിറ്റ് 4 പഠിക്കാനായിട്ട് 12 മുതൽ 16 ദിവസങ്ങൾ, അതായത് 12 മുതൽ ഉള്ള 16 വരെയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ യൂണിറ്റ് 4 ദൃശ്യകലയും സാഹിത്യവും എന്നുള്ള യൂണിറ്റ് നമ്മൾ പഠിക്കേണ്ടത്. ഇതിൽ രംഗവേദിയും സാഹിത്യവും തമ്മിലുള്ള ബന്ധത്തെ മുൻനിർത്തിയുള്ളതും സാഹിത്യത്തെ സവിശേഷമായി പ്രതിനിധീകരിക്കുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് വരിക. ഇവിടെ സിലബസിൽ കുറേ ടോപ്പിക്കുകളുണ്ട്. പക്ഷേ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ ഈ ടോപ്പിക്കുകളെ നമുക്ക് ചുരുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഈ ദൃശ്യകലയും സാഹിത്യവും എന്നുള്ളതിൽ കഥകളി, ആട്ടക്കഥകൾ, തുള്ളലുകൾ ഇവയാണ് ഒന്നാമത്തെ ടോപ്പിക്ക് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. രണ്ടാമത്തേൽ മലയാള നാടക ചരിത്രം മുതൽ സമകാലിക പ്രവണതകൾ വരെ നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞ് തിരക്കഥ, സിനിമ, ചലച്ചിത്ര ഗാനങ്ങൾ. നമുക്കറിയാം ചലച്ചിത്ര ഗാനങ്ങൾ വിട്ടുകളയരുത്. ഈ കഴിഞ്ഞ പരീക്ഷകളിലും ഒക്കെ ചലച്ചിത്ര ഗാനങ്ങളുടെ ഭാഗത്തു നിന്ന് നിരന്തരം ചോദ്യം വരുന്നുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായി ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു അടുക്കും ചിട്ടയോടുകൂടി ടോപ്പിക്കുകളെ വിഭജിച്ചാൽ തന്നെ ഈ പറയുന്ന ടോപ്പിക്ക് യൂണിറ്റ് 4 എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എളുപ്പമുള്ള പാഠഭാഗങ്ങൾ ചില ദിവസങ്ങൾ കൂട്ടിയോ കുറച്ചോ ഒക്കെ ക്രമപ്പെടുത്തിയിട്ടും ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അടുത്തത് ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്നൊരു ഭാഗമാണ് യൂണിറ്റ് 5 നാടോടി വിജ്ഞാനീയം. ഇനി ദിവസങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നാടോടി വിജ്ഞാനീയം എന്നുള്ളതിൽ നിന്നും അനേകം ചോദ്യങ്ങൾ വരുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഒരു ദിവസം മാറ്റി വെച്ചാൽ കുറേയൊക്കെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ചും PYQ അഥവാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ വരുന്ന ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പോർഷൻ കവർ ചെയ്യാൻ പറ്റും. നിർവചനം, സിദ്ധാന്തം, സമീപനം, വർഗീകരണ പരിണാമം എന്നിവയ്ക്ക് പുറമെ കലയുടെയും രംഗവേദിയുടെയും സാഹിത്യത്തിന്റെയും സംസ്കാരത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്തു നിന്നും വരുന്നതെന്ന് പറയുന്നു. ഇതിൽ ഫോക്ലോറിന്റെ നിർവചനം, സിദ്ധാന്തം, സമീപനം, പരിണാമം, പിന്നെ നമ്മുടെ പ്രാധാന്യം കൊടുക്കേണ്ട അനുഷ്ഠാന കലകൾ, അനുഷ്ഠാനേതര കലകൾ, നാടൻ കലകൾ, ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ ഇതൊക്കെ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സിദ്ധാന്തങ്ങളെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സിദ്ധാന്തങ്ങൾ അത് ആരുടെയാണ്, ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പിന്നെ വാമൊഴി വഴക്കം ഇത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അതിൽ ശൈലിയും പഴഞ്ചൊല്ലും കടങ്കഥയൊക്കെ വരുന്നുണ്ട്. അപ്പം ഒറ്റ ദിവസം ഡേ 17 നമ്മൾ നാടോടി വിജ്ഞാനീയം കവർ ചെയ്യുന്നു. ഫോക്ലോറിന്റെ സവിശേഷതകൾ, നിർവചനം, സിദ്ധാന്തം, വാമൊഴികൾ, ശൈലികൾ, ഐതിഹ്യങ്ങൾ, നാടൻപാട്ടുകൾ, അനുഷ്ഠാനേതര നാടകങ്ങൾ ഇതൊക്കെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഭാഗം പൂർത്തിയാക്കാൻ പറ്റും. അടുത്തത് ഡേ 18 മുതൽ 20 വരെയുള്ളതാണ്. യൂണിറ്റ് 6 മലയാള നിരൂപണം. നമുക്കറിയാം അത്യാവശ്യം വലിപ്പമുള്ളൊരു ഭാഗമാണ്. അപ്പോൾ 3 ദിവസങ്ങളിലൂടെ ക്രമീകൃതമായിട്ട് നമുക്ക് ഈ പാഠഭാഗം തീർക്കണം. അപ്പോൾ മലയാള നിരൂപണത്തിന്റെ ഉൽപ്പത്തി, വികാസം, സ്വഭാവം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് വരിക. ഇത്രയും ഭാഗങ്ങളാണ്. 5 സബ് ടോപ്പിക്കുകളോളം നമ്മുടെ ഈ ഭാഗത്ത് കാണാൻ കഴിയും. നമുക്കറിയാം, പക്ഷെ ആദ്യത്തെ 1ഉം 2ഉം ഒക്കെ പോയിന്റ് വായിച്ചും ഒക്കെ അറിയാം. ആദ്യകാല വിമർശനമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ കുറച്ച് സമയം മാത്രം കൊടുക്കാം. അതിനുശേഷം അത് മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് പാശ്ചാത്യ നിരൂപണ സിദ്ധാന്തങ്ങളുടെ കടന്നുവരവ്, അത് കഴിഞ്ഞിട്ട് ആധുനികത വരുന്നു, ആധുനിക നിരൂപകന്മാർ വരുന്നു, അവരുടെ കൃതികളും അവരുടെ ഒരു ശൈലിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കാം. അവരുടെ പുസ്തകങ്ങളും അതിനെക്കുറിച്ചുമൊക്കെ പഠിക്കുക. പ്രധാനമായിട്ട് അവർ പറഞ്ഞ അഭിപ്രായങ്ങളെയൊക്കെ ഉൾക്കൊള്ളുക. അതിനുശേഷം നിരൂപണം, പ്രാരംഭഘട്ടം, ആദ്യഘട്ടം, ആധുനികഘട്ടം, വർത്തമാനകാല നിരൂപണങ്ങളുടെ സ്വഭാവം ഇതൂടെ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ നമുക്ക് 20ാമത്തെ ദിവസം എത്തുമ്പോൾ നമ്മൾ യൂണിറ്റ് 6 തീർത്തു കഴിഞ്ഞു. യൂണിറ്റ് 7ലേക്ക് കടക്കുകയാണ്. ഒറ്റ ദിവസം മതി. ഡേ 21 നമുക്ക് യൂണിറ്റ് 7 കംപ്ലീറ്റ് ആയിട്ടും തീർക്കാം. കാര്യം അവിടെ മറ്റ് സാഹിത്യ വിഭാഗങ്ങൾ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് വരുന്നത്. അതിൽ തന്നെ ജീവചരിത്രം വരുന്നു, ആത്മകഥ വരുന്നു, യാത്രാവിവരണം വരുന്നു, പിന്നെ ഗവേഷണ ചരിത്രം, വിജ്ഞാനകോശങ്ങൾ, നിഘണ്ടു, സൈബർ സാഹിത്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന് നമുക്ക് ഒരു ദിവസം ചെലവഴിച്ചാൽ മതിയാവും. അടുത്തതായിട്ട് ഡേ 21 നമ്മൾ യൂണിറ്റ്
അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡേ 22 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ യൂണിറ്റ് 8ലേക്ക് പോവുകയാണ്. ഭാഷാശാസ്ത്രമാണ്, അതുപോലെ തന്നെ വ്യാകരണവും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. ബാക്കി നമുക്ക് ആദ്യം ഉള്ള ഭാഗങ്ങൾ കുറച്ച് എളുപ്പമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി ഇവിടെ ഉൾപ്പെടുത്താം. 30 ദിവസമേ ടോട്ടൽ ഉള്ളൂ എന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ ഭാഷാശാസ്ത്രവും വ്യാകരണത്തിലും ഭാഷാശാസ്ത്രം, വ്യാകരണം എന്നീ പഠന മേഖലകൾ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് വരിക. കണ്ടോ, ഇതിൽ തന്നിരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ തോന്നും, പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. വ്യാകരണത്തിലെയും ഭാഷാശാസ്ത്രത്തിലെയും വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ടേംസിനെ കുറിച്ച് അറിഞ്ഞിരിക്കലാണ് ആദ്യം വേണ്ടത്. ഉദാഹരണത്തിന് നമ്മൾ മലയാളത്തിലെ വ്യാകരണത്തിലേക്ക് വരുമ്പോഴത്തേക്കും എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ് വിനയച്ചങ്ങളെ കുറിച്ച്. അപ്പോൾ അതെന്തൊക്കെയാണ്, വിനയച്ചങ്ങൾ എത്ര വിധമുണ്ട്, ഇത്തരം കാര്യങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട വൃത്തങ്ങളും അലങ്കാരങ്ങളും പഠിക്കുക. അപ്പം ഭാഷാഗോത്രങ്ങൾ, ഭാഷാശാസ്ത്രത്തിലെ സങ്കല്പനങ്ങൾ, സ്വനവിജ്ഞാനം, രൂപവിജ്ഞാനം മുതലായ ഓരോ ടേംസിനെ കുറിച്ചും അറിയുക. തുടർന്ന് ഭാഷോൽപത്തി സിദ്ധാന്തങ്ങൾ, മലയാള വ്യാകരണ ഗ്രന്ഥങ്ങൾ, വ്യാകരണത്തിലെ പ്രധാന സങ്കല്പനങ്ങൾ, ഇതൊക്കെയാണ് നമ്മളിവിടെ കവർ ചെയ്യേണ്ടത്. 26 മുതൽ 28 ദിവസം വരെ, 26 മുതൽ 28 വരെയുള്ള ദിവസങ്ങൾ യൂണിറ്റ് 9 നമ്മൾ പഠിക്കാൻ പോകുന്നത്. സാഹിത്യ സിദ്ധാന്തങ്ങളും സൗന്ദര്യശാസ്ത്രവും കുറച്ച് വിപുലമായ മേഖലയാണ്. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന മേഖലയാണ് പൗരസ്ത്യം എന്ന് പറയുമ്പോൾ. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒക്കെ പാറ്റേൺ വെച്ച് പ്രധാന കാര്യങ്ങൾ പഠിച്ചു പോകാവുന്നതാണ്. സാഹിത്യ സിദ്ധാന്തങ്ങളെയും സൗന്ദര്യ സങ്കല്പങ്ങളെയും ആധാരമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നിന്ന് വരിക. നമ്മൾ ആദ്യത്തെ ഒന്നാമത്തെ ടോപ്പിക്കിൽ പണ്ട് കാലത്ത്, ആദ്യകാലത്തുണ്ടായ ഈ സാഹിത്യ പൗരസ്ത്യമായിട്ട് വരുന്ന സാഹിത്യ സിദ്ധാന്തങ്ങളെ കുറിച്ചൊക്കെയാണ് പഠിക്കാൻ പറയുന്നത്. അതാണ് പായിരം, പൊതുപ്പായിരം തുടങ്ങി നന്നൂലിൻ്റെ ഒക്കെ കാലത്തുള്ളത്. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ വാമനനെയും ആനന്ദവർദ്ധനെയും ഭരതമുനിയെയും ഒക്കെ പരിചയപ്പെടുന്ന ഭാഗമാണ് രണ്ടാമത്തെ ടോപ്പിക്ക്. കാവ്യഹേതുക്കൾ, ഇതിനെക്കുറിച്ചൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ. അത് കഴിഞ്ഞിട്ട് ക്ലാസിസം തൊട്ട് ഈ ഒരു സമകാലിക രീതിയിൽ വരെയുള്ള സാഹിത്യത്തിൻ്റെ സമീപനങ്ങൾ, സിദ്ധാന്തങ്ങളൊക്കെ അടങ്ങിയ മൂന്നാമത്തെ ഒരു വിപുലമായ ടോപ്പിക്ക്. ഇവിടെ നമ്മൾ പൗരസ്ത്യത്തിലെ കാവ്യഹേതു തുടങ്ങിയ നിർവചനങ്ങൾ, ഓരോ പൗരസ്ത്യ കാവ്യ മീമാംസകരുടെ അഭിപ്രായങ്ങൾ, ഇതൊക്കെ പഠിക്കേണ്ടതുണ്ട്. പിന്നെ പ്രധാന വൃത്തങ്ങളും അലങ്കാരങ്ങളും ഇവിടെ വരുന്നുണ്ട്. പാശ്ചാത്യത്തിലെ ക്ലാസിസിസം മുതൽ സമകാലിക സാഹിത്യ സമീപനങ്ങൾ വരെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഡേ 26 മുതൽ 28 വരെ നമ്മൾ തീർക്കേണ്ട ടോപ്പിക്ക്. ഇനി ലാസ്റ്റ് യൂണിറ്റിലേക്ക് വരികയാണ്. ഇവിടെ ഡേ 29ഉം 30ഉം 2 ദിവസങ്ങളാണ്. ഇത്രയായി കഴിയുമ്പോൾ തന്നെ പിന്നെ ഒരു 2 ദിവസം നമ്മൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കാനുള്ളതേ ഇനിയുള്ളൂ. അതുകൊണ്ട് തന്നെ 29, 30 ദിവസങ്ങളിൽ നമ്മൾ യൂണിറ്റ് 10 കേരള സംസ്കാരം പഠിക്കുന്നു. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് സാമൂഹികവും മതപരവും രാഷ്ട്രീയവുമായ ഇടപെടലുകളെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ്. കുറച്ച് അറിഞ്ഞും മനസ്സിലാക്കിയും പഠിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. എങ്കിലും നമുക്ക് അനേകം സബ് ടോപ്പിക്കുകൾ കാണാം. ഇവിടെ 5ഓളം സബ് ടോപ്പിക്കുകളുണ്ട്. പക്ഷെ പേടിക്കേണ്ടതില്ല, നമുക്ക് ഒന്ന് ക്രമീകരിച്ച് മുമ്പത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രധാന ഏരിയാസ് മനസ്സിലാക്കാൻ പറ്റും. സംഘകാലം വിട്ടുകളയരുത്, നവോത്ഥാന കാലം വിട്ടുകളയരുത്. അതുപോലെ പുതിയൊരു രീതിയിൽ ചരിത്ര സംഭവങ്ങളുടെ ക്രമം, അതായത് നിങ്ങൾക്കൊരു ധാരണ വേണം ചരിത്ര സംഭവങ്ങളുടെ വർഷങ്ങളെക്കുറിച്ചും ക്രമങ്ങളെക്കുറിച്ചും. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നതുകൊണ്ട് അത് ഓർക്കുക. പിന്നെ പത്രങ്ങളും മാസികകളും, ഇത്രയും കാര്യങ്ങളാണ് കേരള സംസ്കാരം യൂണിറ്റ് 10 വരുന്നത്. ഇവിടെ നമ്മൾ 30 ദിവസം കൊണ്ട് യൂണിറ്റ് 10 വരെ തീർക്കാവുന്ന ഒരു സ്റ്റഡി പ്ലാനാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. നമുക്കറിയാം വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, പക്ഷെ വലിയൊരു സ്വപ്നത്തിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓരോ സമയവും പാഴാക്കാതെ കൃത്യമായി ഇതേപോലെ സ്റ്റഡി പ്ലാൻ അധിഷ്ഠിതമാക്കി പഠിച്ചാൽ മാത്രമേ നെറ്റ്, UGC നെറ്റ്, JRF എന്നീ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഇത്തരം സ്മാർട്ട് സ്റ്റഡി പ്ലാൻസും പ്രഗത്ഭരായ അധ്യാപകരുമായി CCയുടെ നെറ്റ് 30 ദിവസത്തെ ഇൻറ്റൻസീവ് ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. നെറ്റ് മാത്രമല്ല, നെറ്റ് JRF എന്ന സ്വപ്നങ്ങളിലേക്ക് എത്താനായിട്ട് ഇവിടെ സ്മാർട്ട് പ്ലാൻസ് റെഡിയാണ്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാം.